ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ അവർ ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ പീരീഡ് മിസ്സായി അവർ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് കാണിച്ചു, അല്ലെങ്കിൽ ഇൻ കേസ് അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ beta-HCG ഹോർമോൺ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പ്രഗ്നൻ്റ് ആണെന്ന് അവർ മനസ്സിലാക്കി ഉടനെ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ അവർ അപ്രോച്ച് ചെയ്യണം. അത് കഴിയുമ്പോൾ ഓരോ ആൻറ്റിനേറ്റൽ വിസിറ്റ്സ് ഉണ്ട്. അതായത് ഒരു ഗർഭിണിയെ ഒരു ഒബ്സ്റ്റട്രീഷ്യൻ കാണുന്ന ആ വിസിറ്റിനെയാണ് ആൻറ്റിനേറ്റൽ വിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ വിസിറ്റിലും ഓൺ ആൻ ആവറേജ് എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ആദ്യത്തെ വിസിറ്റ്, ആദ്യമായിട്ട് ഒരു പ്രഗ്നൻ്റായി ആ ഡോക്ടറെ സമീപിക്കുമ്പോൾ ഡോക്ടർ ഡെഫിനറ്റ്ലി ഒരു ഡീറ്റെയിൽഡ് ഹിസ്റ്ററി ആ സ്ത്രീയുടെ എടുക്കും. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അവരുടെ പീരീഡ്സ് എങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്, അവർക്ക് ഇതിനു മുൻപ് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ഇപ്പോൾ അവരെന്തെങ്കിലും അസുഖം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അവരുടെ ഹിസ്റ്ററി. പിന്നെ അതുകൂടാതെ അവർക്കൊരു എക്സാമിനേഷൻ കാണും, പ്രഗ്നൻസി സ്പെസിഫിക് ആയിട്ട് ഇൻറ്റേർണൽ എക്സാമിനേഷനും അതുകൂടാതെ ഒരു ഇൻറ്റേർണൽ അൾട്രാസൗണ്ടും കാണും. അത് മോസ്റ്റ് പ്രോബ്ലി അതൊരു ട്രാൻസ് വജൈനൽ അൾട്രാസൗണ്ട് ആയിരിക്കും. അപ്പോൾ ഈ അൾട്രാസൗണ്ടിലായിരിക്കും അവരുടെ പ്രഗ്നൻസി യൂട്രസിൻ്റെ ഉള്ളിലാണോ, അവരുടെ പീരീഡ് തെറ്റി ഒരു ഏജ് കാണുമല്ലോ, അതുമായിട്ട് കറസ്പോണ്ട് ചെയ്യുന്നുണ്ടോ പ്രഗ്നൻസിയുടെ ഏജ്, ഇതെല്ലാം ആ അൾട്രാസൗണ്ടിൽ നിന്നാണ് അവർക്ക് ആ ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് അവരുടെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസും കാണും. ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസിൽ റുട്ടീൻ ഇൻവെസ്റ്റിഗേഷൻസും കാണും. പിന്നെ സ്പെസിഫിക്കലി അവരുടെ ഷുഗർ വാല്യൂസ് എങ്ങനെയാണ്, 3 months ആയിട്ടുള്ള അവരുടെ ആവറേജ് ഗ്ലൂക്കോസ് വാല്യൂസ് എങ്ങനെയാണ്, പിന്നെ അവരുടെ തൈറോയിഡ്, വൈറ്റമിൻ ഡി, ഇങ്ങനത്തെ അവരുടെ ഹോർമോൺസ് ബോഡിയിലുള്ളത് ഏത് സ്റ്റാറ്റസ് ആണെന്നും കൂടി ഈ ഫസ്റ്റ് ലൈൻ വിസിറ്റിൽ തന്നെ മിക്കപ്പോഴും ഇവാലുവേറ്റ് ചെയ്യും. അതിനൊക്കെ എന്തെങ്കിലും ഈ പാരാമീറ്റേഴ്സ് മാറിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യും. ആ ആദ്യത്തെ വിസിറ്റ് വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല, എല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി കൺഫേം ചെയ്തിട്ടുണ്ട്, അവരുടെ ബ്ലഡ് ടെസ്റ്റിലും വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പിന്നെയുള്ള വിസിറ്റ് പ്ലാൻ ചെയ്യുന്ന യൂഷ്വലി ഒരു 3 to 4 weeks കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം ഈ ആദ്യത്തെ ഇപ്പോൾ പ്രഗ്നൻസി പീരീഡ് എടുക്കുമ്പോൾ തന്നെ നമുക്കത് 3 trimesters ആയിട്ട് തിരിക്കാം. ആദ്യത്തെ 12 to 13 weeks ഫസ്റ്റ് ട്രൈമസ്റ്ററിനും, പിന്നെ അവിടെ തൊട്ട് 28 weeks സെക്കൻഡ്, പിന്നെ ആഫ്റ്റർ 28 weeks ആണ് നമ്മൾ തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഈ 3 to 4 weeks ആയിരിക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വിസിറ്റ്സ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ 11 to 14 weeksൻ്റെ ഇടയിൽ ഒരു സ്പെഷ്യൽ സ്കാനും ബ്ലഡ് ടെസ്റ്റും വരും. അതിന് നോർമലി NT-MB സ്കാൻ എന്ന് പറയും. അതിനോടൊപ്പം തന്നെ അവരുടെ ബ്ലഡ് ടെസ്റ്റുകളും കാണും. ഇത് യൂഷ്വലി ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം, ഈ ബേസിക് ബേബിയുടെ ക്രോമസോമൽ മേക്കപ്പ് മനസ്സിലാക്കാനാണ്. പക്ഷെ അതൊരു സ്ക്രീനിങ് ടെസ്റ്റാണ്. അതിൽ നമുക്ക് ഫുൾ പിക്ചർ കിട്ടില്ല. പക്ഷെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് നമ്മൾ 3 എണ്ണം അതിൽ ടെസ്റ്റ് ചെയ്യും. അതുകൂടാതെ ഈ പ്രഗ്നൻസിയിൽ അവർക്ക് BP വരാനുള്ള റിസ്ക് ഉണ്ടോ എന്നും കൂടി നമ്മൾ അതേ സമയത്ത് 11 to 14 weeks സ്കാനിനോടൊപ്പം തന്നെ ബ്ലഡ് ടെസ്റ്റും കൂടെ ടെസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇനി ഇവിടെ വരെ ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ പോകുമ്പോൾ അടുത്ത സെക്കൻഡ് ട്രൈമസ്റ്ററിലോട്ട് കിടക്കുകയാണ്. ആ സെക്കൻഡ് ട്രൈമസ്റ്ററിലും 3 to 4 weeks തന്നെ ആയിരിക്കും അവർ വിസിറ്റ്സ് പ്ലാൻ ചെയ്യുന്നത്. ഈ സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് നമ്മൾ മിഡ് ട്രൈമസ്റ്റർ അനോമലി സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂഷ്വലി പ്ലാൻ ചെയ്യുന്നത് 10 to 22 weeksൻ്റെ ഇടയിലായിരിക്കും. അപ്പം ഈ സമയത്ത് അവർക്ക് ഹെഡ് ടു ടോ ബേബിയുടെ സ്കാനിലൂടെ ബേബി നോർമലാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർക്ക് എന്തെങ്കിലും ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ അവരുടെ കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ ഫീറ്റൽ എക്കോയും കൂടെ ഈ സമയത്തായിരിക്കും അവർ നോക്കുന്നത്. പിന്നെ ഓരോ ആൻറ്റിനേറ്റൽ വിസിറ്റിലും ഈ പേഷ്യൻറ്റിൻ്റെ പൾസ് റേറ്റ്, BP, വെയിറ്റ് മോണിറ്ററിങ് കാണും. അതുകൂടാതെ ഈ 20-22 weeks ഒക്കെ കഴിയുമ്പോൾ തൊട്ട് പേഷ്യൻറ്റിൻ്റെ അബ്ഡോമിനൽ എക്സാമിനേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അപ്പോൾ തൊട്ടാണ് ഒരു അബ്ഡോമിനിലോട്ട് യൂട്രസ് ഒരു 14-16 weeks ഒക്കെ ആകുമ്പോൾ തൊട്ടാണ് യൂട്രസ് നമുക്ക് അബ്ഡോമിനെ പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഗ്രോത്ത് മനസ്സിലാക്കാനും ആവശ്യമുണ്ടെങ്കിൽ സ്കാൻ നോക്കാനും ഒക്കെ ഈ എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വളരെ അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോവുകയാണെങ്കിൽ 24-28 weeksൻ്റെ ഇടയിൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് ബേസിക്കലി ജസ്റ്റേഷണൽ ഡയബറ്റീസിനുള്ള സ്ക്രീനിങ് ടെസ്റ്റാണ്. അതായത് ഈ പ്രഗ്നൻസിയിൽ പേഷ്യൻറ്റിന് ഡയബറ്റിസ് വരാനുള്ള റിസ്ക് ഉണ്ടോ ഇല്ലയോ നോക്കുന്നത് ടെസ്റ്റാണ് ഈ 24-28 weeksന് ഇടയിൽ ചെയ്യുന്ന ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. പക്ഷേ ഈ സമയത്ത് തന്നെ അത് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഫസ്റ്റ് വിസിറ്റിൽ ഞാൻ പറഞ്ഞ പോലെ അവരുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ അവരൊരു ഹൈ റിസ്ക് കാറ്റഗറിയിലാണ്, അതായത് ഡയബറ്റിസ് വരാൻ റിസ്ക് ഉള്ള സ്ത്രീ ആണെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ നമുക്ക് ഈ GTT ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി 28 weeks കഴിയുമ്പോൾ പേഷ്യൻ്റ് തേർഡ് ട്രൈമസ്റ്ററിലോട്ട് കടന്നു കഴിഞ്ഞു. ഇനി തൊട്ട് എല്ലാ 2 weeks കൂടുമ്പം അവർക്ക് ഒബ്സ്റ്റട്രീഷ്യൻ്റെ അടുത്ത് വിസിറ്റ് വരും. ആൻറ്റിനേറ്റൽ വിസിറ്റ്സ് വരുന്നത് എവറി 2 weeks ആണ്. അപ്പം ഈ സമയത്ത് ഈ 28 weeks കഴിയുമ്പോൾ തന്നെ നമുക്ക്
പേഷ്യൻറ്റിന് ഒരു ഗ്രോത്ത് സ്കാൻ അല്ലെങ്കിൽ ഒരു ഫീറ്റൽ വെൽബീയിങ് സ്കാൻ എന്ന് പറഞ്ഞൊരു സ്കാൻ ആവശ്യപ്പെടാവുന്നതാണ്. ആ സമയത്താണ് കുഞ്ഞിൻ്റെ ഗ്രോത്ത് എങ്ങനെ ഉണ്ടെന്നുള്ളതും പിന്നെ കുഞ്ഞിൻ്റെ കുട്ടിയിലോട്ടുള്ള ബ്ലഡ് ഫ്ലോയും പിന്നെ കുട്ടിയിലുള്ള ബ്ലഡ് സർക്കുലേഷനും എങ്ങനെയൊക്കെയാണെന്നുള്ള അസസ് ചെയ്യുന്നത് ഈ ഗ്രോത്ത് സ്കാനിലാണ്. പിന്നെ വളരെ അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ 2 വീക്സ് കൂടുമ്പോൾ ഈ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് അവർ 36 വീക്സ് ആകുമ്പോൾ പിന്നെ അവർ എല്ലാ ആഴ്ചയും ഒബ്സ്റ്റട്രീഷ്യനെ കാണണം. അപ്പോൾ 36 വീക്സ് തൊട്ട് 40 വീക്സ് തികയുന്ന ആ ദിവസമാണ് നമ്മൾ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പം പലപ്പോഴും ഡ്യൂ ഡേറ്റ് വരെ ഒക്കെയാണ് നമ്മൾ ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലെങ്കിൽ നമുക്ക് പ്രഗ്നൻസി കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ 36 വീക്സ് തൊട്ട് 40 വീക്സ് വരെ വീക്ക്ലി വിസിറ്റ്സ് ആയിരിക്കും ഒബ്സ്റ്റട്രീഷ്യൻസിൻ്റെ അടുത്ത് ഇവർ വരേണ്ടത്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഒരു ഗ്രോത്ത് സ്കാൻ ആവശ്യപ്പെടാം. അത് ഓരോ വിസിറ്റിലും അവരുടെ അബ്ഡോമിനൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടും പിന്നെ അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ, യൂറിൻ റുട്ടീൻ ഇങ്ങനത്തെ ടെസ്റ്റുകളെല്ലാം അവർ 3 to 4 months കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്യണം. അപ്പം ഇതെല്ലാം ആൻറ്റിനേറ്റൽ വിസിറ്റ്സിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്.